നമസ്കാരം. ചടുലമായ നീക്കങ്ങളാണ് SITയുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റിനെ തുടർന്ന് ഒരു സീരീസ് ഓഫ് അറസ്റ്റുകൾ 11 പേരാണ് വിവിധ ഘട്ടങ്ങളിലായി അറസ്റ്റ് ചെയ്തത്. പക്ഷെ ഇപ്പോഴിതാ തന്ത്രിയിലേക്ക് അറസ്റ്റ് എത്തിയിരിക്കുന്നു. അതിനർത്ഥം വെറും അർത്ഥമല്ല, അതിന് നാനാർത്ഥങ്ങളുണ്ട്. കേരള രാഷ്ട്രീയത്തിന്റെ ഗതിവിഗതികളെ തന്നെ മാറ്റിമറിക്കാൻ, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന ഈ ഘട്ടത്തിൽ അതിന് സാധിക്കുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ നീക്കങ്ങൾ. നോക്കൂ, തന്ത്രിയുടെ അറസ്റ്റ് ഒരു ഭാഗം മാത്രമാണ്. പക്ഷെ ഒരു ലാർജർ തെരഞ്ഞെടുപ്പ് ചിത്രം നോക്കുമ്പോൾ കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ നടന്ന സംഭവവികാസങ്ങളുടെ ഒരു രീതിശാസ്ത്രം നോക്കൂ. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം CPI മാർക്സിസ്റ്റ് വിവിധ തലങ്ങളിൽ ആലോചനകൾ നടത്തി. പരാജയം പൊതുവെ സമ്മതിക്കുന്നില്ല എങ്കിൽ പോലും അത് ഗവൺമെന്റിന്റെ വീഴ്ചയായോ മുഖ്യമന്ത്രിയുടെ വീഴ്ചയായോ ഒന്നും തന്നെ അംഗീകരിക്കുന്നില്ല എങ്കിലും ശക്തമായ ഭരണവിരുദ്ധ വികാരം ഇവിടെ ഇല്ല എന്ന് ആണയിട്ട് പറയുമ്പോഴും ബുദ്ധിപരമായി വിലയിരുത്തുമ്പോൾ മറ്റൊരു നറേറ്റീവ് സൃഷ്ടിക്കാതെ നിലവിലെ പാരഡൈം വെച്ച് മുന്നോട്ട് പോയാൽ ഇടതുപക്ഷത്തിന് മൂന്നാം ഭരണം ലഭിക്കില്ല എന്ന് കൃത്യമായി അറിയാം. അങ്ങനെയെങ്കിൽ ആ ടൈഡ് മാറ്റേണ്ടതുണ്ട്, ആ ഒരു ഗതി മാറ്റേണ്ടതുണ്ട്. അതിനുവേണ്ടി 3 കാര്യങ്ങളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അത് 2 നിർബന്ധമായി സംഭവിപ്പിച്ചതും ഒരു കാര്യം സ്വാഭാവികമായി സംഭവിച്ചതുമാണ്. നിർബന്ധമായി സംഭവിപ്പിച്ചതിൽ ഒരു കാര്യം, ഒരു പുതിയ AK ബാലൻ ഒരു നിർദോഷമെന്ന് തോന്നാവുന്ന ഒരു വർത്തമാനം പറയുകയാണ്. UDF അധികാരത്തിൽ വന്നാൽ മാറാട് കലാപം പോലെയുള്ള വർഗീയ കലാപങ്ങൾ ആവർത്തിക്കും. ഇതിനെ നമ്മൾ വായിച്ചെടുക്കേണ്ടത് എന്താണ്? നിരവധി മാസങ്ങളായി CPMന്റെ നേതാക്കൾ, മുഖ്യമന്ത്രി ഉൾപ്പെടെ ഉള്ള ആളുകൾ ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ചും മറ്റ് തീവ്ര റാഡിക്കൽ ഇസ്ലാമിസ്റ്റ് പ്രസ്ഥാനങ്ങളെക്കുറിച്ചും ഒക്കെ അവർ പിടിമുറുക്കുന്നു. കേരളത്തിൽ അവരെല്ലാം തന്നെ UDF ബാൻഡ് വാഗണിൽ എത്തിയിരിക്കുന്നു. ഇപ്പോൾ യഥാർത്ഥ മത നിരപേക്ഷ സ്പേസ് ഉയർത്തിക്കാട്ടാൻ ഇടതുപക്ഷം മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് യഥാർത്ഥത്തിൽ ന്യൂനപക്ഷ കേന്ദ്രീകരണം UDFിലേക്ക് ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് മുസ്ലിം കേന്ദ്രീകരണം മലബാറിലും ക്രൈസ്തവ കേന്ദ്രീകരണം മധ്യ കേരളത്തിലും ഉണ്ടാകുന്നു. അത് LDFന് വലിയ അലോസരമാണ്. അങ്ങനെയെങ്കിൽ ഹൈന്ദവ വോട്ട് ബാങ്ക് ഇൻടാക്റ്റായി നിർത്തേണ്ടതുണ്ട്. ശബരിമല സംഗമം അത് പതിവഴിയിൽ അതിൻ്റെ പ്രഭാവം അവസാനിച്ചു പോയി. ശബരിമല സ്വർണ്ണക്കൊള്ളയൊക്കെ വന്നപ്പോൾ ശബരിമല ആഗോള സംഗമം ചീറ്റിപ്പോകുന്ന കാഴ്ച നമ്മൾ കണ്ടതുമാണ്. അങ്ങനെയെങ്കിൽ നിരന്തരം ഒരു ട്രഡീഷണൽ ഹൈന്ദവ വോട്ട് CPMനും LDFനും അനുകൂലമായി നിലനിർത്താനുള്ള ഒരു ലാസ്റ്റ് ഡിച്ച് അറ്റംപ്റ്റ്. അപ്പൊ അത് ജനറേറ്റ് ചെയ്ത ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. അതാണ് ഒരു കാര്യം. അതൊരു സെറ്റ് ചെയ്ത് വെക്കുകയാണ്. അത് കൈവിട്ട് പോകാതെ ഇരിക്കുന്നതിന് കൂടിയാകണം നിരന്തരമായി CPMനെ അലട്ടിയിരുന്ന വിഷയം. അതാണല്ലോ സ്വർണ്ണപ്പാളി വിഷയം. അത് CPM നേതാക്കളിലേക്ക്, ഉന്നത നേതാക്കളിലേക്ക്, ഒരുപക്ഷെ മുൻ ദേവസ്വം ബോർഡ് മന്ത്രി അല്ല എങ്കിൽ മുഖ്യമന്ത്രി തന്നെയും അവിടേക്ക് എത്താതിരിക്കണമെങ്കിൽ ഒരു സ്റ്റേജിൽ വെച്ച് അത് അറസ്റ്റ് ചെയ്യപ്പെടണം, കട്ട് ചെയ്യപ്പെടണം. അങ്ങനെയെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. അവിടെയാണ് തന്ത്രിയുടെ അറസ്റ്റ് ഒരു സാധ്യതയായി മാറ്റിയെടുക്കാമോ? തന്ത്രി എങ്ങനെ SIT ആണ് അറസ്റ്റ് ചെയ്തത് എങ്കിൽ പോലും അതെങ്ങനെയാണ് രാഷ്ട്രീയമായി CPMന് ഗുണകരമാകുന്നത് എന്ന ആലോചനയിലാണ് CPM. നോക്കൂ, തന്ത്രിയുടെ അറസ്റ്റിൽ CPMന് പ്രയോജനം എന്താണ്? പ്രഥമ ദൃഷ്ടിയ ഒരു പ്രയോജനം ഉണ്ടാവില്ല. പക്ഷേ തന്ത്രി മാപ്പുസാക്ഷിയായി മാറുകയും തന്ത്രി ഒരു ലെവല് വരെ പറയുകയും അതിനുശേഷം ആക്രമണം ഘടിപ്പിക്കാതിരിക്കുകയും ചെയ്താൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്തവരെ വെച്ചുകൊണ്ട് വിഷയം തീരും, പാർട്ടിക്ക് അവർക്കെതിരെ നടപടികൾ എടുക്കുകയും ഒക്കെ ചെയ്യാം. ആ ഒരു ചിന്തയാണ് CPMന്റെ മനസ്സിലൂടെ പോകുന്നത് എന്ന് കാണാം. അത് 2ാം വിഷയം. അപ്പൊ ഇതിന്റെ ഇനിയുള്ള സമയങ്ങളിൽ തന്ത്രിയിലേക്ക് കൂടുതൽ കേന്ദ്രീകരിക്കുകയും ഒരു പ്രത്യേകിച്ച് BJP ആ തന്ത്രി വിഷയം ഒരുപക്ഷെ തന്ത്രിക്ക് അനുകൂലമാകുന്ന രീതിയിൽ കൊണ്ടുവരികയും അത് പൊളിച്ചടുക്കാൻ ശ്രമിക്കുകയും ഒക്കെ മറുവശത്ത് നിന്നുകൊണ്ട് ചെയ്താൽ ഒരു വലിയ ഡിബേറ്റിലേക്ക് പോവുകയും തങ്ങളുടെ നേതാക്കൾ പത്മകുമാർ, വാസു മുതലായ CPMന്റെ കാർഡ് ഹോൾഡേഴ്സായ നേതാക്കളുടെ ഒരു പ്രഭാവം കുറച്ചുകൊണ്ട് വരികയും ഒക്കെ ചെയ്തുകൊണ്ട് കടകംപള്ളി സുരേന്ദ്രനിലേക്ക് ഉൾപ്പെടെ എത്താതെ നോക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതാണ് ടാക്ടിക്സ് ഓഫ് ലിമിറ്റിംഗ് ദി വിഡ്ത്ത് ഓഫ് ശബരിമല ഇഷ്യൂ. അതാണ് 2ാമത്തെ സ്ട്രാറ്റജി. ഞാൻ ഈ പറയുന്നതെല്ലാം സ്ട്രാറ്റജികളെ കുറിച്ച് മാത്രമാണല്ലോ.
മൂന്നാം വേവ് അല്ലെങ്കിൽ തേർഡ് ടിയർ ഓഫ് ഡിഫൻസ് അത് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ഏതാണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം, സ്ത്രീ വിഷയം, കേരളം ഭാഗികമായെങ്കിലും മറന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള സ്ത്രീ വിഷയം, ലൈംഗിക ആരോപണങ്ങൾ ഉച്ചത്തിൽ വിളിച്ചു കൂവിയിട്ടും വലിയ രീതിയിൽ തെരഞ്ഞെടുപ്പിന് നേട്ടമുണ്ടാക്കാമെന്ന് CPM വിചാരിച്ചിട്ടും കാര്യമായ പ്രഭാവം ചെലുത്താതെ പോകുന്നതാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. പക്ഷേ ഇപ്പോഴിതാ മൂന്നാമത് ഒരു വനിത രംഗത്ത് വരികയാണ്. ഒരു വിദേശ സ്ത്രീ കാനഡയിൽ നിന്നും രംഗത്ത് വരികയാണ്. താൻ പീഡിപ്പിക്കപ്പെട്ടു, അത് മാത്രമല്ല ത്രിതല ആരോപണങ്ങളാണ്. ലൈംഗികമായി ചൂഷണം ചെയ്തു, നിർബന്ധിതമായി ഗർഭഛിദ്രം നടത്തി, അത് മാത്രമല്ല സാമ്പത്തികമായി ചൂഷണം ചെയ്തു. ഇങ്ങനെ 3 ആരോപണങ്ങൾ. ഈ ഭ്രൂണഹത്യ ഉൾപ്പെടെ നടത്തിയപ്പോൾ ഭ്രൂണത്തിന്റെ DNA ടെസ്റ്റിംഗ് ഉൾപ്പെടെ നടത്തി സാമ്പിൾ ശേഖരിച്ച ശാസ്ത്രീയമായ തെളിവോടുകൂടിയാണ് ഇപ്രാവശ്യം രംഗത്ത് വന്നിരിക്കുന്നത്. ഈ പരാതി ഓൺലൈനായി ലഭിച്ച പരാതി, ഇമെയിലിലൂടെ ലഭിച്ച പരാതി, അതിൽ നാടകീയമായ രാത്രിയുടെ മറവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയാണ്. അപ്പോഴങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഒരിക്കൽ കൂടി എത്തിച്ചുകൊണ്ട് 3 തലത്തിൽ, അതാണ് 3 pronged സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഒന്ന്, ഒരു മതപരമായ ഒരു ധ്രുവീകരണത്തിന്റെ ഒരു അന്തരീക്ഷം ഇവിടെ ഉണ്ട് എന്ന് പ്രതിപക്ഷങ്ങൾ മതപരമായി ധ്രുവീകരിക്കുന്നു, ന്യൂനപക്ഷ ധ്രുവീകരണം നടത്തുന്നു. അതുകൊണ്ട് മതനിരപേക്ഷ സ്പേസ് തങ്ങൾക്കാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് എന്ന് ക്ലെയിം ചെയ്യുകയും അങ്ങനെ ഹിന്ദു വോട്ട് ബേസിനെ നിർത്തുകയും ചെയ്യുക ഒരു തന്ത്രം. സമാന്തരമായി ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തിൽ നിന്നും തന്ത്രിയെ ഉൾപ്പെടുത്തുക വഴി, അത് മനഃപൂർവ്വമായി ഇടതുപക്ഷം ഉൾപ്പെടുത്തിയതാണ് എന്നല്ല പറയുന്നത്, ഉൾപ്പെട്ടത് കൊണ്ട് അതിന്റെ പ്രയോജനം ലഭിക്കുക, അത് ആരോപണത്തിന്റെ കുന്തമുന രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് വരാതെ അത് ലിമിറ്റ് ചെയ്ത് ഡാമേജ് കൺട്രോൾ നടത്തുക. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഒരിക്കൽ കൂടി ഇടപെട്ട് ആളിക്കത്തിച്ച് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുക. ഇനി ഇതിന്റെ വരും വരാഴികൾ കൂടി അവലോകനം ചെയ്തെങ്കിൽ മാത്രമേ CPMന്റെ തന്ത്രങ്ങൾക്ക് ഒരു വ്യക്തമായ ക്ലാരിറ്റി കിട്ടൂ. അതുകൊണ്ട് അത് ഫലം ചെയ്യുമോ? എൻ്റെ ഒരു നിഗമനം മാത്രമാണ് ഈ വീഡിയോയുടെ പ്രധാന ഇതിവൃത്തം. ഒന്നാമത്തെ തന്ത്രം ഇതാണ്, വർഗീയമായ ധ്രുവീകരണം UDF നടത്തുന്നുണ്ട് എന്നത്. UDF നടത്തിയാലും ഇല്ലായെങ്കിലും, ഈ ആരോപണമാണ്, ഇത് നടത്തിയാലും ഇല്ലായെങ്കിലും സംഭവിച്ചത് ഏതാണ്ട് ക്ലിയർ ആണ്. മുസ്ലിം മത ന്യൂനപക്ഷങ്ങൾ മലബാർ മേഖലയിൽ വൻതോതിൽ കൂട്ടമായി UDFന്റെ പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾക്ക്, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾക്ക് അനുകൂലമായി വോട്ട് ചെയ്തത് കൊണ്ടാണ് കോഴിക്കോട് ജില്ലയെങ്കിലും, മലപ്പുറം ഞാൻ മാറ്റി നിർത്തുന്നു, കാരണം മലപ്പുറം ജില്ലയിലെ നിയോജക മണ്ഡലങ്ങളിൽ മുസ്ലിം ലീഗിന്റെ തേർവാഴ്ചയാണ്. അവിടെ മുസ്ലിം ലീഗിനെ തടയാനാവില്ല. എത്ര അനുകൂല അന്തരീക്ഷം ഉണ്ടെങ്കിലും ഇടതുപക്ഷത്തിന് കാര്യമായി കൈയടക്കാനാവാത്ത ജില്ലയാണ് മലപ്പുറം. കോഴിക്കോട് ജില്ല അങ്ങനെയല്ല. ഇടതുപക്ഷത്തിന് ശക്തമായ സ്വാധീനമുള്ള കോഴിക്കോട് ജില്ലയിലെ ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെ UDFന് പിടിച്ചെടുക്കാൻ കഴിഞ്ഞപ്പോൾ, കോഴിക്കോട് കോർപ്പറേഷനിൽ പിടിച്ചെടുക്കാൻ കഴിഞ്ഞില്ല എങ്കിലും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞപ്പോൾ ചുവരെഴുത്ത് വ്യക്തമാണ്. കണ്ണൂരേക്കും കാസർഗോഡേക്കും ആ പ്രഭാവം വ്യാപിപ്പിച്ചു. കണ്ണൂർ, കാസർഗോഡ് ജില്ലാ പഞ്ചായത്തുകൾ ഇടതുപക്ഷത്തിൽ നിലനിർത്താൻ കഴിഞ്ഞു. പക്ഷേ വടക്കൻ കേരളം, തെക്കൻ കേരളം എന്നെടുക്കുമ്പോൾ പരമ്പരാഗതമായി വടക്കൻ കേരളത്തിലെ CPMന്റെയും LDFന്റെയും അതിശക്തമായ കേന്ദ്രങ്ങളിൽ വിള്ളൽ വീണിരിക്കുന്നു. അതിന് പ്രധാന കാരണം മുസ്ലിം ജനസാമാന്യം മാറി ചിന്തിക്കുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് കണ്ടു, 2025 നിയമസഭാ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ടു, അങ്ങനെയെങ്കിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വ്യക്തമായ ഒരു മുസ്ലിം കേന്ദ്രീകരണം UDFന് അനുകൂലമായി ഉണ്ടാകുന്നു. അതിനുള്ള കാരണം ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമിയെ കുറ്റപ്പെടുത്തുന്നു, എല്ലാ മുസ്ലിങ്ങളും ജമാഅത്തെ ഇസ്ലാമിക്കാരാണ് എന്ന രീതിയിലുള്ള നറേറ്റീവ് അറിഞ്ഞോ അറിയാതെയോ CPMന്റെ ഭാഗത്തു നിന്ന് വന്നാൽ മുസ്ലിങ്ങൾ സ്വാഭാവികമായി തങ്ങളെ സംശയിക്കുന്നു, LDF തങ്ങളെ സംശയിക്കുന്നു. അതുകൊണ്ട് യഥാർത്ഥത്തിൽ തങ്ങൾ UDFനോടൊപ്പം നിൽക്കുന്നു എന്നൊരു സാമാന്യ യുക്തിയിൽ, ലളിത യുക്തിയിൽ മാറി ചിന്തിക്കുന്നു എന്ന് വേണം കരുതാൻ. ആ സ്ട്രാറ്റജി മാറിപ്പോയിരിക്കുന്നു. അതുകൊണ്ടാവാം ഒരുപക്ഷെ മാറാട് കലാപം എന്ന വിഷയം AK ബാലൻ ഏറ്റെടുക്കുകയും അത് കയ്യോടെ തന്നെ CPM സെക്രട്ടറി, സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ തള്ളിപ്പറഞ്ഞു. മുഹമ്മദ് റിയാസ് പോലും ആ പ്രസ്താവനയെ ഭാഗികമായി തള്ളിപ്പറഞ്ഞു. പക്ഷേ മുഖ്യമന്ത്രി തള്ളിപ്പറയാൻ തയ്യാറായില്ല.
AK ബാലൻ പറയുന്നതിൽ കാര്യമില്ലേ? താനാണ് മാറാട് കലാപം ഒതുക്കാൻ വേണ്ടി ആദ്യം നെഞ്ച് നിവർത്തി മാറാട്ടൂടെ നടന്നു നീങ്ങിയത്, താനാണ്. വേണ്ട രീതിയിൽ സ്വീകരിക്കപ്പെട്ടിട്ടില്ല എന്ന് പല വാർത്താ മാധ്യമങ്ങളിലെയും മുൻകാല ക്ലിപ്പിങ്ങുകൾ, പ്രസ്താവനകൾ സഹിതം ശ്രീ പിണറായി വിജയൻ പൂർണ്ണമായും സ്വീകരിക്കപ്പെട്ടിട്ടില്ല. ആ സമയത്ത് ഈ ഒരു സാന്ത്വന സ്പർശവുമായി എത്തിയപ്പോൾ പോലും ചില ഇടങ്ങളിൽ അദ്ദേഹത്തിന് പ്രവേശനം ലഭിച്ചില്ല എന്ന് കൃത്യമായ തെളിവുകളോടെ പറഞ്ഞു. അത് പക്ഷേ ആ വിഷയം ആളിക്കത്തിക്കുന്നു. മുസ്ലിം ജനസാമാന്യത്തെ സംരക്ഷിച്ചു നിർത്താൻ CPM-നെ കഴിയൂ. അല്ലെങ്കിൽ ഹൈന്ദവ ഒരു ഡോമിനേഷൻ ചിലയിടത്ത് വന്നാൽ, RSS BJP ഡോമിനേഷൻ വന്നാൽ ആരാടാ എന്ന് ചോദിക്കാൻ തങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് മുസ്ലിങ്ങളോട് പറയുന്ന ആ ഒരു സ്ട്രാറ്റജി, ഓപ്പണായി ആ വാതിൽ, മുസ്ലിങ്ങൾക്ക് നേരെയുള്ള വാതിൽ തുറന്നു കിടക്കാനുള്ള ഒരു 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 കുശാഗ്ര ബുദ്ധിയുള്ള തന്ത്രം എന്ന നിലയിൽ തന്നെ CPM-ന് അത് ഉപയോഗിക്കാം. പക്ഷേ എൻ്റെ ടേക്ക് ഇതാണ്, ആ തന്ത്രം കാര്യമായി വിലപ്പോകാനുള്ള സാധ്യത ഇപ്പോഴത്തെ നിലയിൽ കാണുന്നില്ല. ആ രീതിയിൽ തന്നെയാണ് പ്രതികരണങ്ങളെല്ലാം തന്നെ വരുന്നത്. രണ്ടാമത്തെ തന്ത്രം, ശബരിമലയിൽ തന്ത്രിക്ക് നേരെ ആക്രമണം കടുപ്പിക്കുന്നു. തന്ത്രിയെ കുറ്റക്കാരനാക്കി അങ്ങനെ അവിടെ അവസാനിപ്പിക്കാനുള്ള ശ്രമം. നോക്കൂ, തന്ത്രി ഇനി എന്തെല്ലാമാണ് പറയാൻ പോകുന്നത്? ഒരുപക്ഷെ അവിടെയാണ് BJPയുടെ ഇടപെടൽ വരാൻ പോകുന്നത്. BJP ഇപ്പോൾ ഏതാണ്ട് BJPയുടെ മനസ്സ് കൃത്യമായി ഒരുക്കപ്പെട്ടിരിക്കുന്നു. തന്ത്രിയെ ബലിയാടാക്കുകയാണ്. ഇത് പറയുന്നത് രാഹുൽ ഈശ്വർ മാത്രമല്ല, തന്ത്രി കുടുംബത്തിൽ, താഴമൻ തന്ത്രി കുടുംബത്തിൽപ്പെടുന്ന രാഹുൽ ഈശ്വർ തീർച്ചയായിട്ടും തന്ത്രി കുടുംബത്തെയും ആചാരങ്ങളെയും ഒക്കെ ഡിഫെൻഡ് ചെയ്യേണ്ടതുണ്ട്. അത് അദ്ദേഹത്തിന്റെ ദൗത്യവുമാണ്, അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഭാരതീയ ജനതാ പാർട്ടി ഇപ്പോൾ ഈ ഒരു നറേറ്റീവ് ഏറ്റെടുത്തിരിക്കുന്നു. രാഷ്ട്രീയമായി LDF-ന് ഏറെ മറക്കേണ്ടതുള്ളത് കൊണ്ട് വഴിതിരിച്ചുവിടാൻ വേണ്ടി തന്ത്രിയുടെ അറസ്റ്റിനെ ഇപ്പോൾ ഉപയോഗപ്പെടുത്തുന്നു. ആ രീതിയിലുള്ള പ്രചരണം നയിക്കാൻ BJP തയ്യാറെടുക്കുന്നു എന്ന രീതിയിലാണ് വാർത്തകൾ. പ്രത്യേകിച്ച് BJP പരമോന്നത നേതാവ് അമിത് ഷാ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി, കേരളത്തിൽ ഇപ്പോൾ സന്ദർശനത്തിലാണ്. ഒരുപക്ഷെ ഇപ്പോൾ ഉരുത്തിരിയുന്ന ചില ചിന്തകൾ, കടുപ്പമേറിയ ആക്രമണം, ആചാര സംരക്ഷണത്തിന് വേണ്ടിയും ഒക്കെ തന്നെ നിൽക്കുന്ന ആൾ കൂടിയാണല്ലോ തന്ത്രി. അപ്പൊ തന്ത്രിയെ ബലിയാടാക്കിക്കൊണ്ട് CPM ഒരു കാര്യങ്ങൾ തങ്ങൾക്ക് വരുതിയിലാക്കുന്നു എന്ന നറേറ്റീവിനെ പൊളിച്ചെടുക്കാൻ കോൺഗ്രസ് മാത്രമല്ല BJPയും രംഗത്തിറങ്ങാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതുകൊണ്ട് അത് CPM ഉദ്ദേശിക്കുന്ന രീതിയിൽ അത് പ്രയോജനപ്പെടുത്തിയെടുക്കാൻ കഴിയും എന്ന് ഞാൻ ഇപ്പോൾ കരുതുന്നില്ല. മൂന്നാമത്തെ, രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം. എൻ്റെ ചിന്ത, കേരളം ആവശ്യത്തിൽ അധികം ഒരു വ്യക്തിയുടെ ചില ന്യൂനതകൾ, വൈകൃതങ്ങൾ, പ്രത്യേക ഒരു മനസ്സ്, അതാണല്ലോ ഈ ലൈംഗിക അപവാദത്തിലേക്ക് എത്തിച്ചു നിർത്തിയത്. ഇപ്പോൾ മൂന്നാമതൊരു സ്ത്രീയും കൂടെ രംഗത്ത് വരുന്നു. തീർച്ചയായും അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഫോളോ ഔട്ട്സ് എന്ന് പറയുന്നത് ഇടതുപക്ഷം പ്രതീക്ഷിക്കുന്നു. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈസ് നോട്ട് ആൻ MLA ഓഫ് ദ കോൺഗ്രസ്. MLA ആണ്. കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പോലും കൃത്യസമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിലെ മാറ്റി നിർത്താൻ കോൺഗ്രസിന് കഴിഞ്ഞപ്പോൾ ഇതിനുള്ള ഉത്തരം പറയേണ്ട ബാധ്യത ഇപ്പോൾ കോൺഗ്രസിനോ UDF-നോ ഇല്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ മേ ബി ഫൈറ്റിംഗ് എ ലോൺ ബാറ്റിൽ. അദ്ദേഹം ഒരുപക്ഷെ മുൻകൂർ ജാമ്യത്തിന് ഇപ്പോൾ അവസരം ലഭിച്ചില്ല. രാത്രിയുടെ മറവിൽ പെട്ടെന്നുണ്ടായ പരാതി, പെട്ടെന്നുണ്ടായ അറസ്റ്റ്, ഇതെല്ലാം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലെ മൂന്നാമത് കേസിൽ, ഒന്നിൽ പിഴച്ചാൽ മൂന്നെന്നാണല്ലോ, 1-2 കേസുകളിൽ ബാംഗ്ലൂരുള്ള സ്ത്രീയും നാട്ടിലുള്ള സ്ത്രീയും ഒക്കെ കൊടുത്ത പരാതികളിൽ ഒരു കേസിൽ മുൻകൂർ ജാമ്യം ലഭിച്ചു, ഒരു കേസിൽ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള അനുകൂല കോടതി ഉത്തരവ് ലഭിച്ചു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. അറസ്റ്റ് ചെയ്ത് CPM ഒരുപക്ഷെ മുഖം രക്ഷിച്ചിരിക്കുന്ന തൽക്കാലത്തേക്ക് കുറച്ച് ദിവസങ്ങൾ, അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അതിന്റെ വാർത്താ പ്രാധാന്യവും കത്തിത്തീരാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ കത്തി നിൽക്കാൻ സാധ്യതയുള്ള ഒരു വിഷയമേ അല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട്. മുൻ കോൺഗ്രസ്സുകാരൻ തന്നെയാണ്. കോൺഗ്രസ്സുകാർ ചില അബദ്ധങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട് തെരഞ്ഞെടുപ്പ് വിജയിച്ച ആളുകൾ വന്ന് കണ്ട് താങ്ക്സ് പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ചെയ്തു. അത് സ്വാഭാവികമായ ചില റിഫ്ലക്ഷൻസ് മാത്രമായി വേണമെങ്കിൽ കോൺഗ്രസിനെ തുച്ഛീകരിച്ച് കാണാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഈ 3 വിഷയങ്ങൾ ഈ കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ സംഭവിച്ച, പ്രത്യേകിച്ച് കഴിഞ്ഞ രാത്രിയിൽ ഉൾപ്പെടെ സംഭവിച്ച 3 കാര്യങ്ങളുടെ ഒരു വിശകലനമായിരുന്നു ഇത്. LDF-നെ മുഖം രക്ഷിക്കാനോ നഷ്ടപ്പെട്ട അടിത്തറ വീണ്ടെടുക്കാനോ പര്യാപ്തമാകുന്ന ഒരു ബിൽഡപ്പിലേക്കല്ല കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് എൻ്റെ നിഗമനം.